കണ്ണൂരിലേക്കാണ്. കണ്ണാടിപ്പറമ്പിൽ വീണ്ടും കുറുനരിയുടെ ആക്രമണം. 3 വയസ്സുള്ള കുട്ടിയടക്കം 13 പേർക്ക് കടിയേറ്റു. പരുക്കേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു കണ്ണാടിപ്പറമ്പ് മേഖലയിൽ കുറുനരിയുടെ ആക്രമണം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നവർ മുതൽ വീട്ടുമുറ്റത്തുണ്ടായ സ്ത്രീകൾ വരെ കുറുനരിയുടെ ആക്രമണത്തിന് ഇരയായി. പണിക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ മുറിയനെ വന്ന് കടിക്കുകയെങ്കിലും ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്ന് ഓടി വന്നിട്ട് കടിക്കുകയും. അപ്പോൾ ഇത് തൊളിച്ചിട്ടൊന്നും പോകുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ പിടിച്ച് കുറുക്കാലിന് കുറേ അടിയും പിടിയിലായി. പിടിച്ച് കയറിയലിന്ന് മനുഷ്യൻ്റെ കഴുത്തിൽ. അന്നേരം ഇങ്ങനെ ബേളെ പിടിക്കാൻ പോകുമ്പോൾ ഇടത്തൊട്ടിന് ഇട ഒരു പറ്റ് പൊട്ടേ ഉള്ളൂ. വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ തുണി കഴുകുന്നായിരുന്നു. അപ്പോൾ മോളെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ ആദ്യം കടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ മോളെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് എന്നെക്കും കൊണ്ടു. എവിടെയും പോയിട്ടില്ല, വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ അങ്ങനെ മുറ്റത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിടിച്ച് പറിച്ച്. വീടിന്റെ വരാന്തയിൽ ഇരുന്ന് കളിക്കുകയായിരുന്ന 3 വയസ്സുള്ള കുട്ടിക്കും കടിയേറ്റു. അതെ, എൻ്റെ മോക്കാന്ന് കടിച്ചിനെ. മോളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കളിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് കടിക്കിയത്. നമുക്കൊന്നും ഇപ്പോൾ ഈ ടൈമിൽ നമുക്കൊന്ന് പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ മക്കളെ വരെ നമുക്ക് സ്കൂളിൽ വിടാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുള്ളത്. കുറുനരിയുടെ കടിയേറ്റ 13 പേരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 2 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് സ്ഥിരമായി കുറുനരിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 6 പേർക്ക് കുറുനരിയുടെ കടിയേറ്റിരുന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.